നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും പാചകം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അരിപ്പൊടി കൊണ്ടുള്ള ഒരു കരാമൽ പുഡിങ്ങാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. വളരെ ഈസിയാണ് തയ്യാറാക്കാൻ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു പുഡിങ്ങാണ്. ഇതിനുവേണ്ടി ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പത്തിരിക്കും നൂലപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി തന്നെയാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പാലാണ്. ഞാനിവിടെ നല്ല കൊഴുപ്പുള്ള പാല് 3 കപ്പ് എടുത്തിട്ടുണ്ട്. 2 മുട്ട വേണം. പിന്നെ പഞ്ചസാര, ഇതിൽ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് കരാമൽ തയ്യാറാക്കാനായിട്ട് വേണം. പിന്നെ ഒരു 4 അല്ലെങ്കിൽ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഈ പുഡിങ്ങിലേക്ക് ചേർക്കാനായിട്ട് വേണം. പിന്നെ അൺസാൾട്ടഡ് ബട്ടർ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നമുക്ക് നെയ്യ് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഫ്ലേവറിനായിട്ട് ഒന്നുകിൽ നമുക്ക് ഏലക്ക എടുക്കാം, അല്ലെങ്കിൽ വാനില എസൻസ് എടുക്കാം, അല്ലെങ്കിൽ റോസ് വാട്ടർ എടുക്കാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ ചേർക്കാൻ ഇഷ്ടം അതിലേതെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ നമുക്ക് എപ്പോഴും കിട്ടാനുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് തയ്യാറാക്കുന്നത്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പാത്രം റെഡിയാക്കി വെക്കണം. ഞാനിപ്പോൾ ഒരു 6 ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. ഇതിന് നമുക്ക് കുറച്ച് ബട്ടറിന് പുരട്ടിക്കൊടുത്ത് റെഡിയാക്കി വെക്കാം. ഇനി നമുക്ക് ഈ അരിപ്പൊടിയിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഒരു 1/2 കപ്പോളം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കട്ടയില്ലാതെ ഒന്ന് ഇളക്കിയെടുക്കണം. കാരണം നമ്മളിത് ചൂടായിട്ടുള്ള പാലിലേക്ക് നേരിട്ട് അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ അത് പെട്ടെന്ന് കട്ട കെട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതില്ലാതിരിക്കാനാണ് നമ്മൾ ആദ്യം തന്നെ ഇതുപോലെ തന്നെ കലക്കി വെക്കുന്നത്. ഇനി നമുക്ക് കരാമൽ തയ്യാറാക്കാം. അതിനായിട്ട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് ഒരു സോസ് പാനിലേക്ക് എടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കിക്കൊണ്ടിരിക്കാം. നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്ക് ചൂടാക്കി കൊടുക്കാം. ഇത് നമ്മൾ ഇളക്കി കൊടുക്കുകയൊന്നും വേണ്ട. ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് പാൻ ചുറ്റിച്ചു കൊടുത്താൽ മതി. നല്ലപോലെ ഇങ്ങനെ തിള വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം. ഇതിന്റെ കളർ വേഗം മാറി തുടങ്ങും. ഇത് ചെറുതായിട്ട് ഇപ്പോൾ ഗോൾഡൻ കളർ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി വേഗം തന്നെ നമുക്ക് ആവശ്യമുള്ള ഒരു കളറിലേക്ക് എത്തും. ഇപ്പോൾ നല്ലൊരു ഡീപ്പായിട്ടുള്ള ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. കൂടുതൽ ബ്രൗൺ കളർ ആയാലും നമ്മുടെ കരാമലിനൊരു കൈപ്രസ് ഉണ്ടാവും. നമുക്കിനി വേഗം തന്നെ നമ്മൾ ആ റെഡിയാക്കി വെച്ച ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് വേഗം തന്നെ ചുറ്റിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ സെറ്റ് ആവും, ഉറച്ചു പോകും. അതിനു മുമ്പ് അടിയിലെല്ലാ ഭാഗത്തും നന്നായിട്ട് സ്പ്രെഡ് ആവുന്ന പോലെ നമുക്ക് വേഗം ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഇത് വേഗം തന്നെ സെറ്റ് ആയിക്കോളും. നമ്മൾ ഒരു സൈഡിലേക്ക് വെക്കുകയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. അതിനായിട്ട് നമുക്ക് ഒന്നുകിൽ ഒരു നോൺ സ്റ്റിക്കിന്റെ സോസ് പാൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നല്ല ചൂടുകട്ടിയുള്ള ഒരു സോസ് പാൻ ഉപയോഗിക്കാം. ഇത് ഒട്ടും അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ബാക്കി പാല് ഒഴിച്ചു കൊടുക്കാം. അതായത് 2.5 കപ്പോളം പാലുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തീ പതുക്കെ ഒന്ന് കുറച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ബട്ടർ ചേർക്കാം. ഇനി നമുക്ക് ആ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ആ സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ. ഒന്നുകിൽ തീ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ നന്നായിട്ടും ലോയിലേക്ക് വെക്കുക. എന്നിട്ട് അത് കുറേശ്ശായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർക്കുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാൻ വേണം. ഈ അരിപ്പൊടിക്ക് ഈ അടിയിൽ ചെന്ന് കട്ട കെട്ടാനൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാരയും കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് കുറുകി കിട്ടുന്നവരെ നമുക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. തീ ഇടയ്ക്കൊക്കെ ഒരല്പം കൂട്ടി കൊടുക്കാം, അല്ലെങ്കിൽ ഇത് കുറുകി കിട്ടാൻ കുറേ സമയം വേണ്ടി വരും. അപ്പം തീ നന്നായിട്ട് ഇടയ്ക്ക് കൂട്ടിയും കുറച്ചും നന്നായിട്ട് കൺട്രോൾ ചെയ്ത് നന്നായിട്ട് ഇത് കുറുക്കിയെടുക്കാം. ഈ കൂട്ടൊന്ന് തിളച്ച് വന്നാൽ പെട്ടെന്ന് കുറുകാനായിട്ട് തുടങ്ങും. ഇപ്പോൾ നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഈ തടിത്തവിയുടെ സ്പൂൺ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ പാകം വന്ന സമയത്ത് ഈ തവിയിലേക്ക് നന്നായിട്ട് അത് പറ്റി പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതാണ് അതിൻ്റെ ഒരു പരുവം.
ഈ പാകം വരെ നമ്മൾ നന്നായിട്ട് കുറുക്കി കൊടുക്കണം. അങ്ങനെ ഇത്രയും കുറുകി വന്നില്ലെങ്കിൽ നമുക്കിത് പുഡിങ് നമ്മൾ ആവിയിൽ വേവിക്കുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് സെറ്റായി കിട്ടില്ല. ഇപ്പൊ പാകത്തിനായിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മുട്ട എടുക്കാം. ഇത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് പതഞ്ഞു വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. നമുക്കിതിലേക്ക് പതയുടെ ആവശ്യമില്ല. എയർ ബബിൾസ് ഒന്നും ഒട്ടും ഉണ്ടാവരുത്. പതുക്കെ സാവധാനം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഇത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും ഈ മിക്സിന് ഇപ്പോഴും നല്ല ചൂട് തന്നെയുണ്ട്. ഈ ചൂടോടുകൂടി തന്നെ നമ്മളിത് ഈ മുട്ടയിലേക്ക് ചേർക്കാൻ പോവാണ്. അപ്പൊ നമ്മളിത് മുഴുവനും വേഗം തന്നെ ഒഴിച്ചാൽ മുട്ട വെന്ത് പിരിഞ്ഞു പോകും. അതില്ലാതിരിക്കാനായിട്ട് നമ്മളിത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം ഈ മുട്ടയിലേക്ക്. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയും വേണം. ഇനി ഇതിലേക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു ഇൻഗ്രീഡിയന്റ് ചേർക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ചേരുവയാണിത്. ഒരു നുള്ളു ഉപ്പാണ്. ഈ മധുരത്തെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. ഉപ്പ് ചേർക്കാതെയും ഉപ്പ് ചേർത്തിട്ടും ഉണ്ടാക്കുന്ന പുഡിങ്ങിന് നല്ല ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾ മറക്കാതെ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇവിടെ ഫ്ലേവറിനായിട്ട് ചേർക്കുന്നത് വാനില എസൻസ് ആണ്. പിന്നെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഫ്ലേവറുള്ള വാനില എസൻസ് ചേർക്കുന്നേക്കാൾ എപ്പോഴും നല്ലത് പ്യുവർ ആയിട്ടുള്ള വാനില എക്സ്ട്രാക്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. അത് ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആണ്. ആർട്ടിഫിഷ്യൽ ഫ്ലേവറിനേക്കാൾ നല്ലൊരു ടേസ്റ്റ് ആണത്. ഇനി ഈ കൂട്ട് നമുക്ക് നമ്മൾ ആദ്യം സെറ്റാക്കി വെച്ചിട്ടുള്ള കരാമലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മളൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കുമായിരിക്കും നല്ലത്. ഇതിലെന്തെങ്കിലും കട്ടയൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് പോകാനായിട്ട്. പിന്നെ നമ്മുടെ പുഡിങ് നല്ലൊരു സിൽക്കി സ്മൂത്ത് ആയിട്ടുള്ള പുഡിങ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിത് ആവിയിൽ വേവിക്കാൻ പോവാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്യണം. ഞാനിപ്പോൾ ഒരു അലുമിനിയം ഫോയിൽ കൊണ്ടാണ് ഇത് മൂടുന്നത്. ഇതിലേക്ക് ഒട്ടും ആവി വെള്ളം പോകാതെ പാകത്തിനുള്ളൊരു അടപ്പ് കൊണ്ട് മൂടി വയ്ക്കുക. ഇപ്പോൾ അപ്പച്ചമ്പിൽ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്കൊരു തട്ട് വെച്ച് കൊടുത്തിട്ട് ഈ തട്ടിലേക്ക് നമുക്ക് ഈ പാത്രം വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് മൂടി വെച്ച് 40 തൊട്ട് 45 മിനിറ്റ് ഇതാണ് ഇത് വെന്ത് കിട്ടാനുള്ള സമയം. ആദ്യത്തെ ഒരു 5 മിനിറ്റ് നമുക്ക് നല്ല ഫ്ലെയിമിൽ തന്നെ ഇത് കുക്ക് ചെയ്യാം. പിന്നെ തീ ഒന്ന് കുറച്ച് വെച്ച് ലോ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ബാക്കിയുള്ള സമയം കുക്ക് ചെയ്തെടുക്കാം. ഈ അപ്പച്ചമ്പിൽ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ വെക്കാൻ. ഇങ്ങനെ നമ്മൾ ഇത്രയും നേരം ഇത് വേവിക്കുന്നതുകൊണ്ട് വെള്ളം ഇടയ്ക്ക് വെച്ച് വറ്റിപ്പോയാൽ പാത്രവും കരിഞ്ഞു പോകും, പുഡിങ്ങും കരിഞ്ഞു പോകും. ഞാനിപ്പോൾ ഒരു 45 മിനിറ്റാണ് ഇത് കുക്ക് ചെയ്തത്. അപ്പം നിങ്ങൾ എടുക്കുന്ന പാത്രത്തിന്റെ വലിപ്പം അനുസരിച്ച് ഇത് വേവാനുള്ള സമയത്തിന് വ്യത്യാസം വരും കേട്ടോ. നമ്മളൊരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു കത്തിയോ ഉപയോഗിച്ച് നിന്ന് കുത്തി നോക്കിക്കഴിയുമ്പോൾ ക്ലീൻ ആയിട്ട് പുറത്ത് വരണം. പിന്നെ നമ്മളിതിന്റെ മുകളിലും തൊട്ട് നോക്കുമ്പോൾ അതൊന്ന് സെറ്റായ പോലെ നമുക്കതിനെ ഫീൽ ചെയ്യണം. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഇത് തണുക്കാനായിട്ട് വെക്കാം. ഇത് തണുത്തൊരു റൂം ടെമ്പറേച്ചറിലായി കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുന്നത് നല്ലതാണ്. ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ പുറത്തെടുത്ത് മുറിക്കുമായിരിക്കും കൂടുതൽ നല്ലത്. ഞാനിതിപ്പോൾ തണുപ്പിച്ചെടുത്തായിരുന്നു. ഒരു 2 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള വായിലിട്ടാൽ തന്നെ പെട്ടെന്ന് അലിഞ്ഞു പോണ പോലത്തെ അടിപൊളി പുഡിംഗ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതിൽ മുട്ടയും പാലും പിന്നെ ബട്ടറും ഒക്കെ ചേർന്നിട്ടുള്ളത് കൊണ്ട് ധാരാളം പ്രോട്ടീനും കാൽഷ്യം ഒക്കെയുള്ള നല്ലൊരു ഡെസേർട്ടാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ തന്നെ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അരികുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. പാചകം ചാനലിന്റെ വീഡിയോസ് ഫേസ്ബുക്കിൽ കാണുന്നതിന് ഫേസ്ബുക്ക് പേജിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതിന്റെ റിട്ടേൺ റെസിപ്പി ആവശ്യമുള്ളവർക്ക് താഴെ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതിന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.